നമസ്കാരം. നടിയെ ആക്രമിച്ച കേസിൽ ദിലീപിനെ വെറുതെ വിട്ടിരിക്കുന്നു. ഗൂഢാലോചന കുറ്റം കണ്ടെത്താനോ തെളിയിക്കാനോ സാധിച്ചില്ല. പ്രോസിക്യൂഷന് വൻ തിരിച്ചടിയാണ് ഈ വിധി. അതേസമയം 1 മുതൽ 6 വരെ പ്രതികൾ കുറ്റക്കാരാണെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. ദിലീപിനെ വെറുതെ വിട്ട സാഹചര്യത്തിൽ എന്തായാലും പ്രോസിക്യൂഷന് തിരിച്ചടിയാണ് വിധി. ഗൂഢാലോചന തെളിഞ്ഞില്ല എന്ന് കോടതി ആവർത്തിച്ചു. നടിയെ ആക്രമിച്ച കേസിൽ ആദ്യത്തെ 6 പ്രതികൾ കുറ്റക്കാരാണെന്നും കോടതി കണ്ടെത്തി. 8.5 വർഷം നീണ്ടുനിന്ന വിചാരണയ്ക്ക് ശേഷമാണ് നടി ആക്രമിക്കപ്പെട്ട കേസിൽ വിധി ഉണ്ടായത്. 1 മുതൽ 6 വരെയുള്ള പ്രതികൾ ബലാത്സംഗം, ഗൂഢാലോചന തുടങ്ങിയ ഗുരുതരമായ കുറ്റങ്ങൾ ചെയ്തിരിക്കുന്നുവെന്ന് കോടതി കണ്ടെത്തിയിരിക്കുന്നു. പെരുമ്പാവൂർ സ്വദേശി പൾസർ സുനി 1-ാം പ്രതിയും നടനും നിർമ്മാതാവുമായ ദിലീപ് 8-ാം പ്രതിയുമായിരുന്നു. കേസിൽ കുറ്റകൃത്യത്തിന് ഗൂഢാലോചന നടത്തിയെന്ന കുറ്റമാണ് ദിലീപിനെതിരെ ചുമത്തിയത്. കൊരട്ടി സ്വദേശി മാർട്ടിൻ ആന്റണി, തമ്മനം സ്വദേശി മണികണ്ഠൻ, വിജീഷ് VP, ആലപ്പുഴ സ്വദേശി വടിവാൾ സലീം, കണ്ണൂർ സ്വദേശി പ്രദീപ്, ഇരട്ടി സ്വദേശി ചാർലി തോമസ്, സനൽകുമാർ, ദിലീപിന്റെ സുഹൃത്തും ആലുവയിലെ വ്യവസായിയുമായ ജി ശരത് എന്നിവരാണ് പ്രതിപ്പട്ടികയിലുണ്ടായിരുന്ന മറ്റുള്ളവർ. എന്തായാലും 1 മുതൽ 6 വരെയുള്ള പ്രതികൾ കുറ്റക്കാരാണെന്നും അവർക്ക് മേലുള്ള ആരോപിച്ച കുറ്റങ്ങളിൽ ഭൂരിഭാഗവും നിലനിൽക്കുമെന്നാണ് കോടതി വിധി. ദിലീപ് കുറ്റവിമുക്തനായിരിക്കുന്നു. ആദ്യത്തെ പൾസർ സുനി മുതലുള്ള ആദ്യത്തെ 6 പ്രതികൾ അവർ നടിയെ ആക്രമിച്ച സംഭവത്തിൽ പ്രതികളാണെന്നാണ് കോടതിയുടെ കണ്ടെത്തൽ.